ഉള്ള മറ്റുള്ള പ്രവൃത്തികളിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ജനഹൃദയങ്ങളിലേക്ക്, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ജനഹൃദയങ്ങളിലേക്ക് എത്താനായിട്ട് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കലാകാരന്മാർ, അതുപോലെ തന്നെ ഒത്തിരി പ്ലാറ്റ്ഫോം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി കലാകാരന്മാരൊക്കെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി പ്രശസ്തരാകുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി വളരെയധികം പ്രശസ്തരായിട്ടുള്ള 2 കലാകാരന്മാരെ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം വളരെ സന്തോഷപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ വിജയികളാണ്. കാരണം 4 പേര് അറിയുന്നുണ്ടല്ലോ, നമ്മൾ എത്ര പേര് ഇവിടെ കിടന്ന് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നു, വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ 4 പേര് അറിയുന്നുണ്ടോ? പക്ഷേ ഈ 2 പേരെ നമ്മുടെ കേരളത്തിലുള്ള ചെറിയ പിള്ളേര് മുതൽ ഏറ്റവും അപൂർവമാർക്ക് വരെ ഇവരറിയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം നിങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം, നമ്മൾ ഏതൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് പോകുന്ന ഒരു ശീലം മലയാളികൾക്ക് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട്. മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുക നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റിവ്യൂ പേജുകളൊന്നും നോക്കും. ഇതിൽ ആരൊക്കെയാണ് നല്ല റിവ്യൂ പറഞ്ഞിരിക്കുന്നത്, ആരൊക്കെയാണ് പൊട്ട റിവ്യൂ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത്. എല്ലാവരും എന്നല്ല, ഒരു 90% പേര് അല്ലെങ്കിൽ 80% പേര് അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിവ്യൂ എന്ന് പറയുന്നത് വലിയൊരു മേഖലയായി മാറിയിരിക്കുന്നു. ആ സിനിമ റിവ്യൂകളിൽ പലതരം റിവ്യൂകളുണ്ട്. പക്ഷേ ഈ ഒരു റിവ്യൂ ജനങ്ങൾ, നമ്മുടെ മലയാളികളെ ഏറ്റെടുത്ത ഒരു റിവ്യൂ ആണ്. കാരണം പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരു പോസിറ്റീവാണ്. ആ വ്യക്തിയെ തളർത്താൻ ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി ഞാൻ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ഞങ്ങൾക്ക് 2 സെലിബ്രിറ്റീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആ സെലിബ്രിറ്റി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്വന്തം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ബാക്കി അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ക്ഷണിക്കുകയാണ് ഡാൻസ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ആ ഒരു ട്രെൻഡിന് നമ്മുടെ കൊച്ചു കേരളത്തില് തുടക്കം കുറിച്ച ഒരു കലാകാരനാണ്. അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ആലൻ ജോസ് പെരേറ. നല്ലൊരു കയ്യടി കൊടുക്കുള്ളൂ. നമ്മുടെ മലയാളികള് മറ്റുള്ളവരെ എന്താ പറയാ, പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പേജസിലും പല രീതിയിൽ പരിഹസിക്കുന്നവരുണ്ടാവും, നെഗറ്റീവ് കമന്റ്സ് വരുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല. പ്രധാനമായിട്ട് നമ്മളെല്ലാവരും നല്ലൊരു കൈ, ഞാൻ ചേച്ചിയുടെ കൈയടി കണ്ടാൽ അറിയാം നിങ്ങളുടെ വീഡിയോസ് എന്തോരം കണ്ടിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോ ഇതാണ് ആളെ കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കൈയടിച്ചു. ആളെ കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിച്ചാൽ മതി, കൈ പൊക്കാനല്ല, കൈയടിച്ചാൽ മതി. ഓക്കെ, കണ്ടപ്പോ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ 90% പേർക്കും നിങ്ങളെ അറിയാം. അത് തന്നെയാണ് നിങ്ങളുടെ വിജയം. കാരണം എനിക്ക് തോന്നുന്നു ആദ്യം ഏത് പടം പറഞ്ഞാണ് നിങ്ങൾ റിവ്യൂ തുടങ്ങിയത്? അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ ക്രിസ്റ്റഫറിന്റെ റിവ്യൂ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡാൻസിന്റെ സംഭവം നിങ്ങളല്ലേ തുടക്കം കുറിച്ച് കേരളത്തില്? അപ്പോ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് പറയാവോ? എന്റെ പ്രായം കുറവാണ്, 23 വയസ്സ്. അതാണ് ഞാനത് പറയാൻ വേണ്ടിയാണ്. കാരണം ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പോലും 23 വയസ്സുള്ള ഒരു പയ്യനാണ് ശരിക്കും കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് നല്ല പ്രായം. ഒരു പ്രായമില്ല, 23 വയസ്സുള്ളൂ, 22 വയസ്സ് അങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആളോട് ഞാൻ ചെറിയ ഒരു 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ കുഴപ്പമില്ലല്ലോ. ഞാൻ എന്ന വ്യക്തി ഒരിക്കലും ഒരു കലാകാരനെയും എന്താ പറയാ, നമ്മൾ സ്റ്റേജ് വിട്ട് പരിഹസിക്കാൻ ഒന്നും നിൽക്കത്തില്ല. നമ്മൾ എല്ലാ കലാകാരെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ റിവ്യൂസ് കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആസ്വദിക്കുന്നു എന്നുള്ളത് ശരി, പക്ഷെ ഒത്തിരിയേറെ നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് വരാറുണ്ട്. ശരിയാണല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നു നിങ്ങളൊരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു 80% റിവ്യൂസ് ഇവന് വേറെ പണിയില്ല, ഇവന് ഭ്രാന്താണോ, ഇവന് വേറെ അസുഖമുണ്ടോ, അങ്ങനെയുള്ള കുറെ കമന്റ്സ് കാണും. നിങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ? അല്ലെങ്കിൽ ഇത് നിർത്തണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ നിൽക്കാൻ പറ്റുന്നത്. അതിലാണ് നല്ലൊരു കയ്യിലൊക്കെ എല്ലാവരും
നല്ലൊരു കൈ കൊടുക്കുക. അതൊരു നല്ലൊരു ഉത്തരവാണ്. കാരണം ശരി അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പറ്റിയത്. പക്ഷെ എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഈ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും മാനസികപ്പെട്ട് ഞാനിപ്പോൾ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ ഒരു പെർഫോമൻസ് ഇട്ടിട്ട് അതിന്റെ താഴെ ഇവര് വേറെ പണിയില്ലെന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഇടില്ല. പക്ഷെ നിങ്ങൾ പിന്നെയും വീഡിയോ ഇടുന്നുണ്ട്. അതിന്റെ ആ ഒരു ധൈര്യം അതെങ്ങനെയാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവോ? നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്, അതുകൊണ്ട് തന്നെ തൊലിക്കെട്ടി ഉണ്ടെന്ന് തന്നെ പറയാം. തൊലിക്കെട്ടി ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ തൊലിക്കെട്ടി എവിടെ നിന്ന് കിട്ടിയേക്കണെന്നുള്ളത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഫാദറോട് ചേർന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിൽ നല്ല രീതിയിൽ അത് റീച്ചും കിട്ടി. ഇവർ രണ്ടുപേരും കട്ടയ്ക്കാണ് അഭിനയിച്ചത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ മാംഗോ നിങ്ങൾ ഇപ്പം ശരിക്കും നമ്മുടെ സ്റ്റാളുകളൊക്കെ കയറിയായിരുന്നു. മാംഗോ ഫെസ്റ്റിന്റെ തുടക്കം കയറി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഈ ഫെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടായിരുന്നോ? ഏകദേശം ഒരു 100-ൽ പരം വെറൈറ്റീസ് ഓഫ് മാംഗോസ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നോ? മാംഗോ ജ്യൂസ് കഴിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു വിവരണം പറയാമോ? എങ്ങനെയുണ്ട് അത്? ഞാൻ ഇതാക്കി പറയണല്ല, ഒന്ന് നിങ്ങളുടെ രീതിയിൽ ഒന്ന് പറഞ്ഞ്. അത് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങളിപ്പോ അടിപൊളിയാണ്, ഗംഭീരമാണ്, മാംഗോ ആറാണ്ടുകയാണ്. ആഹാ, അടിപൊളി. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നിങ്ങളിപ്പോ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ പടത്തിന്റെ റിവ്യൂ ആണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് പോയായിരുന്നു ഞാൻ ഇങ്ങനെ ഡാൻസ് ചെയ്ത് ആ വാക്കുകളൊക്കെ ഇല്ല കളിച്ചിട്ടില്ല. പിന്നീട് കളിച്ച ഡാൻസുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഒരു സിനിമ കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ പോലെ തോന്നുന്നതുകൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് പാട്ടുകളും മിമിക്രിയും ഡാൻസും ഒക്കെ നിങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പാട്ടൊക്കെ പാടി തരാമോ? ഡാൻസ് പാട്ട് വെച്ച് കളിക്കാൻ പറ്റും. ആഹാ, ഡാൻസ് ചെയ്യും. പാട്ട് പാടുവോ? പാട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പാട്ട് പാടാം. അടിപൊളി. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ കൂടെ ഒരുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ പ്രശസ്തനായ മറ്റൊരു വ്യക്തിയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. നമ്മുടെ അഭിലാഷ് ചേട്ടനെ നന്നായി എനിക്ക് തോന്നുന്നു ഈയിടെ വന്ന ഒരുവിധപ്പെട്ട ഷോർട്ട് ഫിലിംസിൽ കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹം നമ്മുടെ ഏതിലാണ്? അതെ, അതിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഏത് ഇന്റർവ്യൂസിലാണെങ്കിലും വളരെ മനോഹരമായിട്ട് മിമിക്രി ചെയ്ത് അല്ലെ, വളരെ പല താരങ്ങളുടെയും സ്വരങ്ങൾ നല്ല കൃത്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കോളനി എന്ന മൂവിയിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ കോളനി എന്ന് പറഞ്ഞ മൂവി OTT റിലീസായ മൂവിയാണോ? അതിലെ ശരിക്കും പ്രധാന കഥാപാത്രം വേറെ നായകൻ നമ്മുടെ പാഷാണാണ് അഭിനയിക്കുന്നത്. ത്രൂ ഔട്ട് ക്യാരക്ടർ നമ്മുടെ അഭിലാഷ് ആട്ടയും കണ്ണമാലി മോളി ചേച്ചിയാണ് അഭിനയിക്കുന്നത്. ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് ക്ഷണിക്കാം, നിങ്ങളുടെ കൂടെ അദ്ദേഹത്തെ കൂടെ ക്ഷണിക്കാം. അതിനുശേഷം നമുക്ക് കലാപരിപാടികളെ കിടക്കാം. അപ്പൊ അഭിലാഷ് നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പ്ലീസ്. ഹായ് സാർ, വെൽക്കം. ഇദ്ദേഹവും ശരിക്കും പറഞ്ഞ അലൻ ജോസ് ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടാണ് ആദ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പ്രശസ്തനായ വ്യക്തിയാണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം സോഷ്യൽ മീഡിയയിൽ നേടിയെടുത്തിട്ടുള്ള ഒരു കലാകാരനാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ഇന്റർവ്യൂസിലും ചെയ്തിരുന്ന കുറച്ച് മിമിക്രി കാര്യങ്ങൾ. അത് സത്യം പറഞ്ഞാൽ ചിലതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ചിലത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുകരണങ്ങളാണ്. അപ്പൊ അതില് ഞാൻ ചോദിക്കുന്ന ഇതേ ചോദ്യം അലൻ ജോസിനോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ 23 വയസ്സുള്ള ഒരു ചെറുക്കനാണ്, പാവം പിടിച്ചൊരു കുഞ്ഞാണ്, ശരിക്കും പറഞ്ഞാൽ പൈതലാണ് ആ പുള്ളി. അപ്പൊ പുള്ളി ഈ പൈതലായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള നമ്മുടെ സംസാരങ്ങളില് ശരിയല്ല, ഞാൻ പറഞ്ഞ എന്ത് തെറ്റുണ്ടെങ്കിൽ പറയാട്ടോ. ഇപ്പൊ പല വധഭീഷണികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആരും ഇല്ല കേട്ടോ കൊല്ലാനായിട്ട്. ഇവിടെ കുറച്ച് മാങ്ങ തരുമെന്നല്ലാതെ ആരും. നമസ്കാരം. ഈ കട പാട്ട് അനുവേണ്ട പടം അല്ലേ? കേൾക്കാൻ സാധിച്ചു. ഓഡിയൻസിനോട് പറഞ്ഞേ. അറിയാമെങ്കിലും ഇവിടെ നിൽക്കുന്ന കലാകാരനായിട്ടുള്ള ആങ്കർ നമ്മുടെ സിൻഡ്രല്ല എന്ന പടത്തില് അനൂപ് മേനോന്റെ പടത്തില് ഒരു പാട്ട് പാടിയ വ്യക്തിയാണ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഓ സിൻഡ്രല്ല മൂവിയിൽ ഞാൻ ഒരു ഗാനം പാടിയിട്ടുണ്ട്. അനൂപ് മേനോൻ ഒരു കൈയടി വേണം.
അപ്പോൾ ആ സിനിമയുടെ ഞങ്ങൾക്ക് റിവ്യൂ കാണാൻ വേണ്ടി നമ്മുടെ ആ ഒരു പടം കാണാൻ പോയപ്പോൾ നമ്മുടെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പൊ എന്തായാലും അഭിലാഷിന്റെ അടുത്താണ് ചോദിക്കണേ, എന്താണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങേർക്ക് ഉണ്ടാവുന്ന പോലെ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ കമന്റ് വന്നില്ല, ഞാൻ വന്ന് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയാണ്. കോമഡി ഉത്സവം ഇതിലെ കലാഭവൻ മണിച്ചേട്ടന്റെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ വന്ന സിനിമയിൽ അന്ധനായ ദാമു അവതരിപ്പിച്ചുകൊണ്ടാണ് വന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ബിനേന് സാറ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ നല്ലൊരു വേഷം തന്നത് എനിക്ക്. അതിൽ താടി മുടിയൊന്നുമില്ല, ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം തൃശ്ശൂർ പൂരം, അതില് ഇതുപോലത്തെ ലുക്കാണ് ഗുണ്ടകളുടെ കൂടെ തന്നെയുള്ള. പിന്നെ വെടിക്കെട്ട് എന്ന മൂവിയിൽ ബിബിനോടൊപ്പം തന്നെ വേഷം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വന്ന സിനിമയാണ് ഒരു കടന്നൽ കഥ. ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞത് അലിനാണ്. അങ്ങനെയാണ് ആ ഒരു റിവ്യൂയിലൂടെയാണ് ഞങ്ങൾ സൗഹൃദമായത്. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പോകുന്നു. ദൈവാനുഗ്രഹം കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത കോളനി എന്ന സിനിമയിൽ മസമനാഭാരതിന്റെ നായകനായിട്ട് അഭിനയിച്ചു. അതുപോലെ നമ്മുടെ മോളിയമ്മ ചാളമേരി ചേച്ചി നല്ലൊരു വേഷം ചെയ്തു. രാജാസാഹിബ് കോളനി ഭൂമ എന്നൊരു പുതിയൊരു OTT രണ്ടു പേരിലുണ്ട്. അപ്പൊ അവരൊരു ഇതിലൂടെയാണ് ഇറങ്ങിയത്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് യൂട്യൂബിലേക്കും പിന്നെ ഇടുന്നുള്ള രീതിയിലാണ്. നമ്മൾ ഈ കലാകാരന്മാരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക, നല്ലൊരു കൈ കൊടുക്കുക. നമ്മളിവിടെ വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളോട് ഇന്ന് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു നല്ല പാട്ട് പാടിയിട്ട് ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്, മണിച്ചേട്ടൻ ഇഷ്ടമുള്ള ഞാൻ പാടുമ്പോൾ ഡാൻസ് ചെയ്തോളൂ. ഓക്കെ പൊളിക്ക്. അപ്പം നിങ്ങൾ പാടുന്നുണ്ടോ? ഡാൻസ് മാത്രമേ. അപ്പൊ മൈക്ക് വെച്ചോളൂ. അപ്പൊ ഒരു കാര്യം, ഇന്നലെ എനിക്ക് പരിപാടി നമ്മുടെ താമരശ്ശേരിയിലായിരുന്നു, കോഴിക്കോട്. അത് വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഓടി വന്നിട്ട് വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറയും എന്നോടാണോ എന്നുള്ള രീതിയിൽ നോക്കി പറഞ്ഞു, അതെ അലിഞ്ചേട്ടനെയും കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമായി. കാരണം എൻ്റെ ഉമ്മയുടെ ഫോൺ എടുത്തെങ്കിൽ നോക്കുമ്പോൾ നിങ്ങളാണോ വരാറ്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ 1 കോടി എന്നൊരു പ്രോഗ്രാം അല്ലേ ശ്രീകണ്ഠ സാറിന്റെ പരിപാടി ഫ്ലവേഴ്സിലെ, അതിൽ വന്നൊരു കലാകാരനാണ്. ആ പ്രോഗ്രാം വന്നിട്ടും തിലകൻ കലാപ്രതിഭാ പുരസ്കാരം എനിക്ക് ലഭിച്ചു. ആ ഒരു അർഹതപ്പെട്ടൊരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടും ആരും വിളിച്ചൊരു ആശംസ പോലും പറഞ്ഞില്ല. അതിന് താഴെ ഒരു കമന്റ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ നെഗറ്റീവ് കമന്റ് ആണ് കൂടുതൽ വരുമ്പോഴും, നെഗറ്റീവ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ സത്യം പറഞ്ഞാൽ തെറി വിളിക്കാനാണെങ്കിൽ കയറുള്ളൂ. ഇന്നലെ ഇപ്പൊ കോഴിക്കോട് നിന്ന് കുറെ പേരൊക്കെ ഓട്ടോറിക്ഷക്കാർ ചേട്ടാ പെരേരയുടെ കൂടെ തന്നെയുള്ള അല്ലെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തോന്നി. നമ്മൾ കോമഡി ഉത്സവം, തകർപ്പൻ കോമഡി, ഇപ്പൊ ബമ്പർച്ചിരിയില്ലേ, അതിൽ വരെ ഞാൻ പെർഫോമൻസ് ചെയ്യാറുണ്ട്. അത് ആൾക്കാർ മൈൻഡ് പോലും ചെയ്യാറില്ല. അതെ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അതൊരു ഒരു ഒരു വിങ്ങലായിട്ടുണ്ട് അല്ലെ, ഒരു വേദനയായിട്ട്. കാരണം വേദനയില്ല, കാരണം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ്, നല്ല നാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ തെറി വിളിക്കാറുണ്ട്. ദിലീപ് ഏട്ടൻ അറിയാലോ, ഈയിടെ ബിഗ് ബോസിലൂടെ ലാലേട്ടന് ചെറിയൊരു ഇത് കിട്ടിയോണ്ട് ലാലേട്ടന്റെ പടം ഇടുമ്പോൾ തെറി വിളിക്കാറുണ്ട്. തെറിവിളി എല്ലാവരും പല ഫേക്ക് നമ്പറിൽ നിന്നും ഫേക്ക് ഫേസ്ബുക്കിലൂടെ തെറി വിളിക്കാം. പക്ഷെ നമുക്ക് ഇനി മുന്നോട്ട് പോകണം. പലയേടന്റെ പെണ്ണ ആൻസി 2ാം ഭാഗം ഷൂട്ട് ഉടനെ തുടങ്ങുകയാണ്. ബ്രൈറ്റ് ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ ഷൂട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമ നായകനായിട്ട് അലിൻ ജോസിനെ തേടി എത്തിയിട്ടുണ്ട്. ഒരു നല്ല കൈഡി കൊടുക്കുക. കാരണം ഈ സിനിമയിലേക്ക് നായകനായിട്ട് വിളിച്ചത് ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും അതുപോലെ ഇദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ സംവിധാനം വിളിക്കുകയാണ്. അതിന്റെ പേരിൽ കുറെ പേരൊക്കെ വിളിച്ചു പറഞ്ഞു, അലിനെ അല്ലാണ്ട് നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ എന്ന് വരെ ചോദിച്ച കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. പിന്നെ ഒരു മൂവിക്ക് വേണ്ടി ഞങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, ആ സിനിമയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടനാണ്. അയാം അപ്പുക്കുട്ടൻ എന്ന പടത്തില് അഭിനയിക്കുന്നുണ്ടോ തന്നെ. പിന്നെ അവൻ അഭയകുമാർ എന്ന പടം, പിന്നെ വേറെ പേരിടാത്തൊരു ചിത്രം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ അഭയകുമാർ എന്ന സിനിമയിൽ കുട്ടനാട് എന്നൊരു പാട്ട് NG ശ്രീകുമാരൻ പാടിയിരിക്കുന്ന പാട്ടാണ്. ആ പാട്ടിനോടൊപ്പം തന്നെ ഞങ്ങൾ കൂടെ മോഡലിംഗ് ആയിട്ട് ചെയ്യുന്ന പെൺകുട്ടികളും കൂടി ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. ആ സിനിമയിലും കുറച്ച് ഭാഗം ഷൂട്ടുണ്ട്. അതിലൊരു വേഷം അലിന് ചേട്ടനുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പോ ആദ്യം അദ്ദേഹത്തിന്റെ ഇപ്പൊ മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് പാടാൻ തുടങ്ങും. നമുക്ക് അതിൽ തുടങ്ങണല്ലേ നല്ലത്. അപ്പോ ഇവിടെ ലാലേട്ടന്റെ ഫാൻസ് മാത്രം ഒന്ന് കഴിച്ചേ, കേൾക്കട്ടെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. വിജയ് ഫാൻസ് ഒന്ന് കഴിച്ചേ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇനി പറയുമ്പോ എന്റെ വിശ്വാസമാണ് ഇരിക്കുന്നതിൽ ഒരു 90% 100% പേര് കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിൽ കലാഭവൻ മണിച്ചേട്ടന്റെ ഫാൻസൊക്കെ ഒന്ന് കൈയടിച്ചു. ഒന്ന് കേൾക്കട്ടെ.
ഏറ്റവും കൂടുതൽ കൈയടി വരുന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെ പേര് പറയുമ്പോൾ. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ട് തന്നെ അദ്ദേഹം ആദ്യം ഒന്ന് പാടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. റെഡി? മണിച്ചേട്ടന് ഇഷ്ടമുള്ള ഒരു കൈയടി. അപ്പൊ നമ്മുടെ ഈ വേദിയില് പ്രിയപ്പെട്ട മണിച്ചേട്ടൻ ഒന്ന് വന്നാൽ, നമ്മുടെ മണിച്ചേട്ടൻ ഈ ഒരു നമ്മുടെ ഈ മാമൽ ബസ്സിലേക്ക് വന്നാൽ നോക്കാം. ഹൈ, എന്തൊക്കെ കാണിക്കണേ? നല്ലൊരു കൈയടി പോട്ടെ. നമ്മുടെ പ്രോഗ്രാം അല്ലേ, എന്താ അടിച്ചു പൊളിക്കല്ലേ? മസല പിടുത്തം വേണ്ട കേട്ടോ, ഇതൊരു കുഞ്ഞു പരിപാടിയാണ്. അടിച്ചു പൊളിക്കുക. എന്താ പറയാ, മൈക്കിൾ ജാക്സനെ പോലെയുള്ള നമ്മുടെ പെരേര അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്ക്. കൂടി നിന്ന് പഠിച്ചേണ്ട പാട്ടുകളും ഒരു നല്ല നിറഞ്ഞ കൈയടി പറഞ്ഞേ. Maruti Suzuki presents Strong Hybrid. ആർക്കെങ്കിലും പിള്ളേർക്ക് നമ്മുടെ ചേട്ടന്മാരെ ഡാൻസ് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാം കേട്ടോ. മക്കൾ വരുന്നോ? കണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമഴമാകട്ടെ ബസ്സിൽ വിടുന്നോ കൈയടി. ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി, നിന്നച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി. കൊച്ചു കൊച്ചു മുറങ്ങളിലേക്കുമ്പോൾ എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി, നിന്നച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി. കുഞ്ഞിനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി, നിന്നച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി ഞാൻ കണ്ടതല്ലേടി. ഫാൻസിനൊക്കെ ഒന്ന് കൈ കാണിക്കാം. ഫാൻസിനോടൊപ്പം കൈ കാണിക്കാം.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്മലികരി ജമീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള വടക്കണ വീരാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്മലികരി ജമീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള വടക്കണ വീരാണേ മീനുകൾ നഞ്ഞറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനുകൾ നഞ്ഞറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചില്ലേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചില്ലേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തുള്ള വികാരി കെട്ടിനെ കണ്ടേ ഞാൻ ചെമ്മലികരി മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള വടക്കണ വീരാണേ മോളെ ഞാൻ ചെയ്തിടാകെ കുഴപ്പത്തില അവൾ കാലമേടിക്കൂല മുറ്റമടിക്കൂല പല്ലുകൂടി തേക്കൂലേ അമ്മായിടെ മോളെ നിക്കാഹ് ചെയ്തിടാകെ കുഴപ്പത്തില അവൾ കാലമേടിക്കൂല മുറ്റമടിക്കൂല പല്ലുകൂടി തേക്കൂലേ തണ്ടപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ മറക്കമ്മ ചിരിനൊടുക്ക കിട്ടോടി തങ്കമ്മേ തണ്ടപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ മറക്കമ്മ ചിരിനൊടുക്ക കിട്ടോടി തങ്കമ്മേ ആണിന്റെ മനം കക്കണതാരടി തങ്കമ്മേ ആ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മനം കക്കണതാരടി തങ്കമ്മേ ആ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ തണ്ടപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ മറക്കമ്മ ചിരിനൊടുക്ക കിട്ടോടി തങ്കമ്മേ ആടേണം പാടേണം എനിക്കിന്ന് ആടിക്കളിക്കേണം ആടേണം പാടേണം എനിക്കിന്ന് ചാടിക്കളിക്കേ ആടേണം പാടേണം എനിക്കിന്ന് ചാടിക്കളിക്കേണം ആടേണം പാടേണം എനിക്കിന്ന് ചാടിക്കളിക്കേണം ആടണം പാടേണം എനിക്കിന്ന് ചാടി തുടിക്കേണം ആടേണം പാടേണം എനിക്കിന്ന് ചാടിക്കളിക്കേണം പച്ചപ്പാനന്ദത്തെ പുന്നാറ് പൂമത്തെ പൊന്നലും പൊങ്കരളെ എന്നാ മനം പുന്നാറ് പൊങ്കരളെ ഉച്ചയ്ക്ക് നീ എന്റെ കൊച്ചു വളർത്തപ്പില്ലെന്നും പൊങ്കരളെ എന്നാലോ കഥ കേൾപ്പിക്കാൻ ഞാൻ ആടേണം പാടേണം എനിക്കിന്ന് ചാടി തുടിക്കേണം ആടേണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം ആടേണം പാടേണം എനിക്കിന്ന് പാടി തുടിക്കണം ആടേണം പാടേണം എനിക്കിന്ന് ചാടി കളിക്കണം ആരും അന്നത്തെ കാലത്ത് ഞാനിന്ന് കൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മല്ലിയ ദൈവം മറന്നു വണ്ടി ആരും അന്നത്തെ കാലത്ത് ഞാനിന്ന് കൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മല്ലിയ ദൈവം മറന്നു വണ്ടി നൂറിന്റെ നട്ടിന് അപ്പകലില്ലാതെ നട്ടുടെ പൊട്ടിടുമ്പോ ഇങ്ങ വലിച്ചെന്റെ കൈ നടുമ്പോ നടത്തിയാട്ടോ വണ്ടി നൂറിന്റെ നട്ടിന് അപ്പകലില്ലാതെ നട്ടുടെ പൊടിടുമ്പോ ഇങ്ങ വലിച്ചെന്റെ കൈ നടുമ്പോ നടത്തിയാട്ടോ വണ്ടി ആരും അന്നത്തെ കാലത്ത് ഞാനിന്ന് കൊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മല്ലിയ ദൈവം മറന്നു വണ്ടി നൂറിന്റെ നട്ടിന് അപ്പകലില്ലാതെ നട്ടുടെ പൊടിടുമ്പോ എന്റെ കുടുംബത്തിൽ വലിയ ദൈവം മറന്നു വണ്ടി നൂറിന്റെ നട്ടിന് അപ്പകലില്ലാതെ നട്ടുടെ പൊടിടുമ്പോ ഇങ്ങ വലിച്ചെന്റെ കൈ നടുമ്പോ നടത്തിയാട്ടോ വണ്ടി ഇങ്ങ വലിച്ചെന്റെ കൈ നടുമ്പോ നടത്തിയാട്ടോ വണ്ടി നൂറിന്റെ നട്ടിന് അപ്പകലില്ലാതെ നട്ടുടെ പൊടിടുമ്പോ ഇങ്ങ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരോട്ട വണ്ടി. താങ്ക് യു. വളരെ വളരെ വളരെയധികം നന്ദി അഭിലാഷ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. തളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡാ മോനെ ഒരു പാട്ട് പാടിയാ ഡാൻസ് ചെയ്യോ? ഇല്ലുമിനാറ്റി പാടിയാ ഡാൻസ് ചെയ്യോ? ഇല്ലുമിനാറ്റി ആവേശത്തിലെ പാട്ട് പാടിയാ ഡാൻസ് ചെയ്യോ നിങ്ങള്? അതെ, ആരാധകർ. അതിനു മുമ്പ് നമ്മൾ വിളിച്ചപ്പോഴേക്ക് ഓടി സ്റ്റേജിലേക്ക് വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മൾ ഒത്തിരി പേരെ വിളിച്ചു. ആദ്യം ഇനി വരും, കുറച്ച് പിള്ളേരെല്ലാവരും വരും. പക്ഷേ ഈ മുത്തിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തണാണ്.
ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഇദ്ദേഹം നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു സിനിമാ താരമാണ് കേട്ടോ. നമ്മളധികം കണ്ടിട്ടില്ല. മോൻ ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചേക്കണേ?